Hey everyone, welcome back to the next episode of my Russia travel. ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായതിൽ വളരെ സന്തോഷം. ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 2 അറ്റ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നാണ്. ഈ ദിവസത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അധികം ആരും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, മിലിറ്ററി സഫാരി ടൂർ. യെസ്, ദി ഒറിജിനൽ മിലിറ്ററി ഗ്രൗണ്ടിൽ ചെന്ന് ടാങ്ക് റൈഡ്സും AK-47 ഷൂട്ടിങ്ങുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് വളരെ ത്രില്ലിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു കേട്ടോ. മിലിറ്ററി റൈഡ്സിൽ വളരെ റഫ് ആൻഡ് പാച്ചി ഗ്രൗണ്ടിലൂടെ നമ്മളിങ്ങനെ കുടുങ്ങി അവരുടെ ഒരു മിലിറ്ററി ഗ്രൗണ്ടിൽ ചെന്നെത്തും. ഗ്രൗണ്ടിലെത്തുമ്പോൾ ഒരു 2-3 ടാങ്കും അതുപോലെ തന്നെ ഒരു AK-47 ഒക്കെ ഇരിക്കുന്നത് കാണാം. ഇതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ടാങ്കുകളുടെ ഉള്ളിൽ കയറി റൈഡ് ചെയ്യാനും ഒക്കെ പറ്റും. ടാങ്ക് റൈഡ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത്ര എളുപ്പപ്പണി ആയിരുന്നില്ല, കുറച്ച് ദുഷ്കരമാണ്. പക്ഷേ ഇന്ത്യൻ പതാകയൊക്കെ കയ്യിൽ പിടിച്ച് ഒരു ടാങ്ക് റൈഡ് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ എനിക്ക് തന്നെ തോന്നിപ്പോയി, കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ഒരു വലിയ മിലിറ്ററി ഓഫീസറായിരുന്നു ഞാനെന്ന്. AK-47 കൂടെ കണ്ടപ്പോൾ സ്വപ്നം സത്യമാണെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. പാട് പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ എന്റെ ആറ്റുകാൽ ഭാസ്കര. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു AK-47 ഷൂട്ടിംഗ്. സിനിമയിൽ മാത്രമേ നമ്മളിതെല്ലാം കണ്ടിട്ടുള്ളൂ, പക്ഷേ റിയൽ ലൈഫിലെ AK-47 ഷൂട്ടിംഗ് എക്സലൻ്റ് ആയിരുന്നു. റീകോയിൽ അധികം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ സൈലൻസറും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഈ വാഹനങ്ങളിലാണ് ഞങ്ങൾ മിലിറ്ററി ഗ്രൗണ്ടിലേക്ക് പോയത്. ഈ വാഹനങ്ങളിൽ കയറി ഇറങ്ങുന്നതായിരുന്നു ഏറ്റവും സാഹസികമായ കാര്യം. AK-47 ഷൂട്ടിങ്ങോ ടാങ്ക് റൈഡോ ഇത് വെച്ച് നോക്കുമ്പോൾ ഒട്ടും ചലഞ്ചിങ് ആയിരുന്നില്ല. അസുലഭവും സാഹസികവും എന്നാൽ അതിമനോഹരവുമായ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത്. ഈ ഒരു ഓർമ്മ അതുപോലെ തന്നെ മായാതെ കിടക്കാനായി ഞങ്ങളെടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണിത്, സുവനിയറായി സൂക്ഷിക്കാൻ. സിറ്റി സെൻട്രലിൽ നിന്നും മാറി 1 മണിക്കൂർ യാത്ര ചെയ്ത് സ്വല്പം റൂറലായിട്ടുള്ള അധികം ആൾവാസമില്ലാത്ത ഒരു പ്രദേശത്ത് വെച്ചായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി സംഘടിപ്പിച്ചിരുന്നത്. തിരികെ വരുന്ന വഴി നല്ലൊരു നോർത്ത് ഇന്ത്യൻ ലഞ്ചും കഴിച്ച് ഞങ്ങൾ കാണാൻ പോയത് ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയതും പ്രശസ്തവുമായ കലാ മ്യൂസിയങ്ങളിൽ ഒന്നായ ഹെർമിറ്റേജ് മ്യൂസിയം കാണാനാണ്. ഹെർമിറ്റേജ് മ്യൂസിയത്തിൻ്റെ മെയിൻ ബിൽഡിംഗ് നേവ നദിക്കരയിലിരിക്കുന്ന ഈ വിൻ്റർ പാലസിലാണ്. ഇവിടേക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ആദ്യമായി പോയത്. 1764 റഷ്യൻ ചക്രവർത്തിയായ കാത്രിൻ ദ ഗ്രേറ്റ് യൂറോപ്യൻ കലാസൃഷ്ടികൾ സ്വന്തമാക്കുന്നതിലൂടെ ഈ മ്യൂസിയത്തിൻ്റെ തുടക്കം കുറിച്ചു. പ്രധാനമായും വിൻ്റർ പാലസ് ഉൾപ്പെടെ 6 ചരിത്ര പ്രധാന കെട്ടിടങ്ങളിലായിട്ടാണ് ഈ മ്യൂസിയം വ്യാപിച്ചു കിടക്കുന്നത്. ഇത് ഒരിക്കൽ റഷ്യൻ ചക്രവർത്തിമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു. മ്യൂസിയത്തിൽ ഏകദേശം 30 ലക്ഷത്തിലധികം കലാസൃഷ്ടികളുണ്ട്. ഓരോ കലാസൃഷ്ടിയുടെ മുന്നിൽ 1 മിനിറ്റ് വെച്ച് ചെലവഴിച്ചാൽ നമുക്ക് സുഖമായിട്ട് 12 വർഷം ഹെർമിറ്റേജ് മ്യൂസിയം കണ്ടു തന്നെ തീർക്കാം. അത്രയും ഓവറാക്കാതെ ഒരു 3.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഈ കലാസൃഷ്ടികളിൽ പുരാവസ്തുക്കൾ, ശില്പങ്ങൾ, ചിത്രങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളായ ലിയനാർഡോ ഡാവിൻചി, മൈക്കൽ ആഞ്ചലോ, റെംബ്രൻറ്റ്, പാബ്ലോ പിക്കാസോ എന്നിവരുടെ പ്രശസ്ത കൃതികളും ഇവിടെ കാണാം. നമ്മൾക്കേവർക്കും സുപരിചിതമായ റാസ്പുട്ടിൻ പാട്ടിലെ റാ റാസ്പുട്ടിൻ ലവർ ഓഫ് ദി റഷ്യൻ ക്വീൻ, ആ റഷ്യൻ ക്വീനാണ് ഈ രാജ്ഞി എന്നാണ് കേൾക്കുന്നത്. റഷ്യൻ റവല്യൂഷൻ കഴിഞ്ഞ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കപ്പെട്ടു. ഇന്നത് റഷ്യയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രധാന പ്രതീകവും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള ഒരു പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിലൊന്നുമാണ്. ഇതിലെ മെയിൻ ബിൽഡിംഗായ വിൻ്റർ പാലസിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ആർക്കിടെക്ചറിൻ്റെയൊക്കെ ഭംഗി പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. അത്രത്തോളം മനോഹരമായാണ്
ഓരോ ഡീറ്റെയിൽഡ് വർക്കും അവർ ചെയ്തിരിക്കുന്നത്. വിന്റർ പാലസിലെ ചരിത്ര പ്രസിദ്ധമായ ഡാർക്ക് കോറിഡോറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജനാലകളില്ലാത്തതിനാൽ തീരെ സ്വാഭാവിക വെളിച്ചമോ സൺലൈറ്റോ ഉള്ളിൽ കയറാത്ത വളരെ നീളമുള്ളതും ഇടുങ്ങിയതുമായ ഒരു ഇടനാഴിയാണിത്. രാജകുടുംബത്തിൻ്റെ സ്വകാര്യ താമസ സ്ഥലങ്ങളെ വളരെ വെളിച്ചമുള്ളതും ആഡംബരപൂർണവുമായ സ്റ്റേറ്റ് റൂംസിലോട്ട് ബന്ധിപ്പിച്ചിരുന്നത് ഈ ഡാർക്ക് കോറിഡോർ വഴിയാണ്. ഈ കോറിഡോർ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഫോർമർ റഷ്യൻ സാർ നിക്കോളാസ് II പ്രൈവറ്റ് സ്റ്റഡി റൂമിലേക്കാണ്. 1917 വ്ളാഡിമിർ ലെനിൻ്റെ നിർദ്ദേശപ്രകാരം പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ വിന്റർ പാലസിലേക്ക് ബോൾഷെവിക് പാർട്ടി സപ്പോർട്ടേഴ്സും റെഡ് ആർമിയും ഇരച്ചു കയറി അവരുടെ സ്ഥാനമാനങ്ങളെല്ലാം കൈയടക്കി ഒരു വലിയ അട്ടിമറി തന്നെ നടത്തി. ഇത് സംഭവിക്കുന്നത് ജൂലിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 26 പുലർച്ചെയാണ്. എന്നാൽ പുതിയ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം നവംബർ 8 പക്ഷേ റഷ്യയിൽ അന്ന് ഫോളോ ചെയ്തു വന്നിരുന്നത് ജൂലിയൻ കലണ്ടറാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ലെനിൻ എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സിനെയും വിളിച്ച് അഭിസംബോധന ചെയ്യുകയും നിലവിലുള്ള ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ബോൾഷെവിക്സ് ഭരണത്തിലേറി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സുപ്രധാനമായ ഡിക്രി ഓൺ ലാൻഡ് ആൻഡ് ഡിക്രി ഓൺ പീസ് ഈ സമയത്താണ് അവതരിപ്പിച്ചിരുന്നത്. റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറുന്നുവെന്നും രാജ്യത്താകെ മൊത്തം സമാധാനം കൊണ്ടുവരുന്നു എന്നതുമാണ് ഡിക്രി ഓൺ പീസിൽ സൂചിപ്പിച്ചിരുന്നത്. ജന്മിമാരുടെയും പള്ളികളുടെയും കൈവശമുള്ള ഭൂമിയെ പിടിച്ചെടുത്ത് കർഷകർക്ക് വീതിച്ചു നൽകുക, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭൂപരിഷ്കരണം, അതായിരുന്നു ഡിക്രി ഓൺ ലാൻഡ്. ഈ കാണുന്ന ഫേമസ് മാൻറ്റൽ പീസ് ക്ലോക്കാണ് ഒക്ടോബർ റവല്യൂഷൻ ക്ലോക്ക്. ഫോർമർ സാർ നിക്കോളാസ് II പ്രൈവറ്റ് സ്റ്റഡി റൂമിലാണ് ഈ ക്ലോക്ക് സ്ഥിതി ചെയ്യപ്പെട്ടിരുന്നത്. 1917 ഒക്ടോബർ 26 പുലർച്ചെ 2:10 കൃത്യം ഈ ക്ലോക്ക് ആരോ നിർത്തിവെച്ചു. The clock was stopped by someone in the room as a quiet protest against the Bolshevik coup എന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. 100 വർഷങ്ങൾക്ക് ശേഷം ഹെർമിറ്റേജ് മ്യൂസിയം അധികൃതർ ഈ ക്ലോക്കിനെ വീണ്ടും പ്രവർത്തിപ്പിച്ചു തുടങ്ങി. ഹെർമിറ്റേജ് മ്യൂസിയത്തിലെ 3-4 മണിക്കൂർ നടത്തയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ഫോട്ടോ സ്പോട്ടിലേക്കാണ്. പക്ഷേ എന്നെ ആകർഷിച്ചത് ആ ഫോട്ടോ സ്പോട്ടിൻ്റെ ബാക്കിലുള്ള പാർക്കാണ്. എത്ര മനോഹരമാണെന്നറിയോ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഓരോ പാർക്കുകളും. നമ്മൾ അവിടെ ചെന്നിരുന്നാൽ അങ്ങനെ അങ്ങ് ഇരുന്നു പോകും. എത്ര മണിക്കൂറുകളോളം വേണമെങ്കിലും ഇരിക്കാൻ കഴിയും. അമ്മ വന്നില്ല, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഒരുപാട് പേര് വന്നില്ല. പക്ഷെ ഞങ്ങൾ ചിലർ അവിടെ പോയി ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. ഒരു 15 മിനിറ്റേ ഇരുന്നുള്ളൂ, പക്ഷേ ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് ലിറ്റിൽ പാർക്ക്. അടുത്തതായി ഞങ്ങൾ പോയത് നല്ലൊരു ഡെലീഷ്യസ് റഷ്യൻ ഡിന്നർ കഴിക്കാനാണ്. പക്ഷേ ഇവിടെ ഒരു ബോണസ് കൂടിയുണ്ട്. റഷ്യൻ ഫോക്ലോർ ഷോയും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. വേറൊരു നാട്ടിൽ ചെന്നാൽ ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന 1 അവിടുത്തെ ഭക്ഷണം, 2 അവരുടെ കൾച്ചറൽ ഷോസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നപ്പോൾ എനിക്ക് 2 in 1 ധമാക്കയായി. പണ്ടാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കലാകാരന്മാർക്ക് തമ്മിൽ സംസാരിക്കാൻ ഭാഷ ഒരു വിഷയമല്ല എന്നുള്ളത്. അത് റഷ്യയിൽ ചെന്നപ്പോൾ എനിക്ക് പരിപൂർണമായി മനസ്സിലായി. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ആഹാരമൊക്കെ കഴിച്ച് അവരുടെ ഡാൻസും പാട്ടുമൊക്കെ കണ്ട് വളരെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ചേച്ചി എന്നെ വന്നങ്ങ് പൊക്കി. നീ വന്ന് ഡാൻസ് കളിക്ക്, അതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ. ഡാൻസ് എന്ന് കേട്ടാലേ ഞാൻ ഫ്ലാറ്റ്, പിന്നെ റഷ്യൻ ഡാൻസ് എന്ന് കൂടി കേട്ടാലോ? വല്ലപ്പോഴും മാത്രം വീട് കിട്ടുന്ന അവസരമല്ലേ. ഒന്നും നോക്കിയില്ല, ആഹാരമൊക്കെ അവിടെ മാറ്റിവെച്ച് അവരുടെ കൂടെ അങ്ങ് പോയി. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത് ഞാനല്ല ഗൈസ്.
നേരത്തെ അവിടെ ഒരു റഷ്യൻ ചേട്ടൻ നിന്നില്ലേ, ആ ചേട്ടൻ എൻ്റെ ബാക്കിൽ വന്ന് നിന്ന് എൻ്റെ കൈകളായി അഭിനയിച്ച് ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നു. എൻ്റെ ഒറിജിനൽ കൈകൾ ആ ഷൂസുകളുടെ ഇടയിലാണ്. ഞാൻ എൻ്റെ കൈകൾ അനക്കുമ്പോൾ ഷൂസ് ചലിക്കുന്നതായി തോന്നും. ആ ഒരു ഒറിജിനാലിറ്റി അതിഭീകരം അല്ലേ? ആരും വിശ്വസിച്ചു പോവും ഞാനാണ് ബലയിലേക്ക് ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതെന്ന്. എനിക്ക് ഡിസ്നി മൂവിയായ ഫ്രോസൺ ആണ് ഓർമ്മ വന്നത്. ആ മൂവിയിലാണ് ഞാൻ ഇതേ ടൈപ്പ് ഓഫ് മ്യൂസിക്കും ഇതേ ഡ്രസ്സിങ്ങിലുള്ള കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുള്ളത്. റഷ്യയും സ്കാൻഡിനേവിയയും ഒക്കെ അടുത്തടുത്താണല്ലോ. ചിലപ്പോൾ ഏകദേശം സെയിം കൾച്ചറൊക്കെ ഇവർ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അവർ വളരെ ആക്റ്റീവായിട്ടും എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചും ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചു. അവരെന്നെ പിന്നെ വിട്ടിട്ടില്ല. അത് കഴിഞ്ഞ് വേറൊരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാനും പിന്നെ നമ്മുടെ ചിങ്കി പോലിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെയും പേരവർ പറഞ്ഞു തന്നു, പക്ഷെ ഞാനിപ്പോൾ മറന്നുപോയി. എന്നെ വിളിച്ചതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരുപാട് പേരെ അവർ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. വളരെ രസകരവും എനർജറ്റിക്കുമായി എല്ലാവരും അത് എൻജോയ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഡേ 2 ended on a happy and perfect note. അടുത്ത ദിവസം ഞങ്ങൾ എത്തിയത് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിന് സമീപമുള്ള പുഷ്കിൻ നഗരത്തിലേക്കാണ്. അവിടുത്തെ പ്രശസ്തമായ കാത്രിൻ പാലസ് കാണാൻ. 18th century യൂറോപ്യൻ സ്റ്റൈലായ റൊക്കോക്കോ ആർക്കിടെക്ചറിലാണ് ഈ പാലസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ദിസ് സ്റ്റൈൽ ഈസ് നോൺ ഫോർ ഇസ് ഓർണേറ്റ്, ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് ഇൻറ്റിമേറ്റ് ഡിസൈൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സൊക്കെയാണ് ഈ ഒരു ആർക്കിടെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രശസ്തമായ കാത്രിൻ പാലസ് 1717 റഷ്യൻ ചക്രവർത്തിയായ പീറ്റർ ദ ഗ്രേറ്റ് തൻ്റെ ഭാര്യയായ കാത്രിൻ I ഓഫ് റഷ്യയ്ക്കായാണ് നിർമ്മിക്കാൻ ആരംഭിച്ചത്. പിന്നീട് 1752 മുതൽ 56 വരെ ചക്രവർത്തിയായ എലിസബത്ത് ഓഫ് റഷ്യയുടെ കാലത്ത് ഒരു ഇറ്റാലിയൻ ശില്പശാസ്ത്രജ്ഞനായ റാസ്ത്രേലിയുടെ നേതൃത്വത്തിൽ ഭംഗിയായി പുനർനിർമ്മിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു. ഓരോ റൂമിൻ്റെയും കോർണറിൽ കാണുന്ന ആ ബ്ലൂ ആൻഡ് വൈറ്റ് സെറാമിക് ടൈൽസ് ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ അല്ല, അത് റഷ്യൻ തെർമൽ ഹീറ്റിംഗ് സിസ്റ്റമാണ്. വേൾഡ് വാർ 2 കഴിഞ്ഞുള്ള റീസ്റ്റോറേഷനിൽ ഒരുപാട് പണിപ്പെട്ടിട്ടാണ് അവർ ഈ ടൈൽഡ് ഹീറ്റേഴ്സിനെ വീണ്ടെടുത്തത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും കണ്ണാടികളാണ് കാത്രിൻ പാലസിൽ. രാജ്ഞിമാർക്ക് തൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഒരുപോലെ തന്നെയാണോ ഇരിക്കുന്നത്, ഭംഗിയായിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോറിഡോർ നിറയെ കണ്ണാടി വെച്ചിരിക്കുന്നത്. അപ്പോഴല്ലേ കാര്യം പിടി കിട്ടിയത്. ഈ ക്യൂൻസിനൊക്കെ അല്ലെങ്കിലും അങ്ങനെയാണ്, ഞങ്ങൾക്കൊക്കെ എപ്പോഴും കണ്ണാടി വേണം. പെർഫെക്റ്റ് ഓക്കെ ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഈ മനോഹരമായ പാലസ് സൃഷ്ടിച്ച ക്യൂൻസാണ് ഇവർ, കാത്രിൻ ആൻഡ് എലിസബത്ത്. അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഗൈഡ് മറീന. ഷീ നോസ് ഹിസ്റ്ററി വെരി വെൽ. ഞങ്ങൾക്കിങ്ങനെ ഓരോ കഥകളായി പറഞ്ഞു തരുന്നതും ഞങ്ങളതെല്ലാം ഇങ്ങനെ സൂക്ഷ്മതയോടെ കേട്ട് വരുന്നതുമാണ്. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ കാത്രിൻ കൊട്ടാരത്തിലെ ആംബർ റൂം. 6 ടണ്ണിലധികം കൊത്തിയെടുത്ത ആംബർ, സ്വർണ്ണ ഇലകൾ, കണ്ണാടികൾ എന്നിവയാൽ പൊതിഞ്ഞ ചുവരുകൾ ഉൾക്കൊള്ളുന്ന അതിശയകരമായ ഒരു അറയാണ് ഈ ആംബർ റൂം. പക്ഷേ 18ാം നൂറ്റാണ്ടിൽ 2ാം ലോക മഹായുദ്ധ സമയത്ത് ഈ മുറിയുടെ യഥാർത്ഥ രൂപം കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ കാണുന്നത് എന്നിരുന്നാലും അതിമനോഹരമായി പുനഃസ്ഥാപിച്ച ഒരു പകർപ്പാണ്. മനോഹരവും വൈവിധ്യമാർന്ന നിറത്തിലുള്ള ടുലിപ്സ് പൂക്കളൊക്കെയുള്ള ഈ റോയൽ ഗാർഡൻസും തടാകങ്ങളും പാർക്കുകളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വലിയ സമുച്ചയമാണ് കാത്രിൻ പാലസ്. 2ാം ലോക മഹായുദ്ധ സമയത്ത് നാസി സൈന്യം ഈ പാലസ് നശിപ്പിച്ചു കളഞ്ഞെങ്കിലും പിന്നീട് സൂക്ഷ്മമായി പുനരുദ്ധരിച്ചിട്ടുണ്ട്. റഷ്യൻ കവി അലക്സാണ്ടർ പുഷ്കിൻ്റെ സ്മരണയ്ക്കായി കാത്രിൻ പാലസിൻ്റെ തൊട്ടടുത്ത് കണ്ട ഒരു പാർക്കാണിത്. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.
ബൈ ബൈ.